നല്ല വളക്കൂറുള്ള മണ്ണുണ്ടെങ്കിലല്ലേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കൃഷികൾക്കും എല്ലാ മണ്ണും ഒരേപോലെ യോജിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കണമെങ്കിലും ആദ്യം ആ കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ മണ്ണിനെ പറ്റി പഠിക്കണം. ആ മണ്ണിൽ അത്രയും വലിയ കെട്ടിടം നിലനിൽക്കുമോ എന്ന് നമ്മൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് സോയിൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് കൂടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്യാമ്പസ് സെർച്ചിന്റെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോയിൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ക്യാമ്പസ് സെർച്ച്. സോയിൽ അല്ലെങ്കിൽ മണ്ണ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ്. നമ്മുടെ പ്രകൃതി നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഒരു സോഴ്സാണ് മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഈ സോയിൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. കാരണം ഈ ഒരു കോഴ്സ് ഒട്ടനേകം ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട്. മണ്ണിന്റെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കലി ഉള്ള പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടും അതിന്റെ ഇന്ററാക്ഷൻസിനെ പറ്റിയിട്ടൊക്കെ ഒരു കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ സോയിലിന്റെ ഫോർമേഷൻ, ക്ലാസിഫിക്കേഷൻ, മാനേജ്മെന്റ് എന്നീ മേഖലകളിലേക്കും ഈ കോഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സസ്യങ്ങളുടെ വളർച്ചയ്ക്കും നമ്മുടെ എക്കോസിസ്റ്റം നിലനിർത്തുന്നതിനും സോയിലിന് വളരെ വലിയ പങ്ക് തന്നെയുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന റോളിലാണ് സോയിൽ സയൻസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് നിലനിൽക്കുന്നത്. ജിയോളജിയും കെമിസ്ട്രി, ബയോളജി എല്ലാം ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കോഴ്സിന്റെ ഭാഗമാണ് ഇതെല്ലാം. പിന്നെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോയിൽ ഫോർമേഷനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും ഈ റോക്സിലുള്ള വെതറിന്റെ ചേഞ്ചസ് മൂലമാണല്ലോ മണ്ണുണ്ടാകുന്നത്. അതായത് വെതറിങ് ആൻഡ് റോക്ക് പ്രോസസ്സ് വഴി എങ്ങനെ സോയിൽ ഫോം ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ക്ലൈമറ്റ്, ടൈം, ടോപ്പോഗ്രഫി, ഓർഗാനിസം എന്നിവയെ പറ്റി നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് സോയിൽ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കാനാണ്. ഇതിലൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സോയിലിന്റെ ടെക്സ്ചർ, സ്ട്രക്ചർ, മോയ്സ്ചർ എന്നിവയെ പറ്റിയിട്ടൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ സോയിൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് മാപ്പിംഗ്, സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, സോയിൽ മൈക്രോബയോളജി ആൻഡ് എക്കോളജി എന്നിങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ +2 സയൻസ് സ്ട്രീം തന്നെയായിരിക്കണം പഠിച്ചിരിക്കേണ്ടത്. അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അടങ്ങിയ സയൻസ് സ്ട്രീം തന്നെയായിരിക്കണം പഠിച്ചിരിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ +2 50% മുകളിൽ മാർക്ക് നിങ്ങൾ വാങ്ങണം. ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഗവൺമെന്റ് ഓർ പ്രൈവറ്റ് സെക്ടേഴ്സിലൊക്കെ ഒരുപാട് ജോലി സാധ്യതകളാണ് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് സോയിൽ സയന്റിസ്റ്റ്, ലാൻഡ് യൂസ് പ്ലാനർ, എൻവയോൺമെന്റൽ സയന്റിസ്റ്റ്, കൺസർവേഷൻ സയന്റിസ്റ്റ്, റിസർച്ചർ എന്നിങ്ങനെയുള്ള ഒരുപാട് റോളുകളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്യാമ്പസ് സെർച്ചിന്റെ വീഡിയോയിലൂടെ സോയിൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി നല്ലതുപോലെ പഠിക്കാനും അറിയാനും ശ്രമിക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്യാമ്പസ് സെർച്ചിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള പുതിയ ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് ഇനിയും